ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നവരോ പഠിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആസ് പെർ ദ റിപ്പോർട്ട്സ്, ആവറേജ് 3% ഇൻഫ്ലേഷൻ റേറ്റാണ് ജർമ്മനിയിലുള്ളത്. അയാൾ ശാംസലി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജർമ്മനിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റിയാണ്. അതുള്ള പോലെ തന്നെ ജർമ്മനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ആപ്പ് ഉണ്ട്. നാട്ടിലെ അപ് സ്റ്റോക്സ്, സരോദ, ഗ്രോ ആപ്പൊക്കെ പോലെ തന്നെ ജർമ്മനിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പാണ് സ്കെയിലബിൾ ക്യാപിറ്റൽ. സ്കെയിലബിൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമുക്കിതിൽ ഈസി ആയിട്ട് ഇൻവെസ്റ്റിംഗ്, ട്രേഡിംഗ് ഒക്കെ നടത്താൻ പറ്റും. സ്കെയിലബിൾ ക്യാപിറ്റലിൽ നമുക്ക് സാധാരണ സ്റ്റോക്സ് വാങ്ങിക്കാം. അതായത് പല പല കമ്പനികളുടെ സ്റ്റോക്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിള്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, അങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റോക്സ് നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ഒരു സേഫ് ആയിട്ടൊരു ഇൻവെസ്റ്റിംഗ് പ്ലാൻ, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ SIP നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്കെയിലബിൾ ക്യാപിറ്റൽ ഉപയോഗിച്ച്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് തുടങ്ങുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്കെയിലബിൾ ക്യാപിറ്റൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മളുടെ ആപ്പിളിൻ്റെ സ്റ്റോക്കാണ് എടുക്കുന്നത്. ആപ്പിളിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് സെറ്റപ്പ് നോ സേവിങ്സ് പ്ലാൻ എടുക്കുക. അതിൽ നമ്മളിപ്പോൾ €1 കൊടുക്കുകയാണ്. €1 കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഇനാക്റ്റീവ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേറ്റ് സേവിങ്സ് പ്ലാൻ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ആക്ടിവേറ്റ് സേവിങ്സ് പ്ലാൻ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് സേവിങ്സ് പ്ലാൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് തിരിച്ച് നമുക്ക് ഡിലീറ്റ് സേവിങ്സ് പ്ലാൻ കൊടുക്കാൻ പറ്റും. അതോടെ സേവിങ്സ് പ്ലാൻ ഡീആക്ടിവേറ്റ് ആവുകയാണ്. സേഫ് ആയിട്ടുള്ള ഫണ്ടുണ്ട്. അതാകുമ്പോൾ S&P 500, MSCI World, അതൊക്കെ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. S&P 500 എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാസ്റ്റ് റിട്ടേൺസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 30% നമുക്ക് റിട്ടേൺ തരുന്നത്. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫണ്ടാണ്, ETF ഫണ്ടാണ് S&P 500. പാർട്ട് ടൈം ചെയ്യുന്നവരോ മിനി ജോബ് ചെയ്യുന്നവരോ ആർക്കും വേണമെങ്കിലും ഇതിലൊരു ഈസി ആയിട്ടൊരു SIP നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഷോർട്ട് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിട്ടേൺസും കാര്യങ്ങളൊന്നും കിട്ടില്ല. സ്കെയിലബിൾ ക്യാപിറ്റലിൽ എങ്ങനെയാണ് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് സ്കെയിലബിൾ ക്യാപിറ്റൽ ഡൗൺലോഡ് ചെയ്യുകയോ സൈറ്റ് കയറുകയോ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടി വരും. വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു മെയിൽ വരും, നമ്മുടെ അക്കൗണ്ട് റെഡി ആണെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ SIP കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും ബെറ്റർ. അപ്പോൾ നമുക്ക് സ്കെയിലബിൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ട്രേഡ് ചെയ്യാനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇൻവെസ്റ്റിംഗ് തുടങ്ങണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നിട്ട് ഇൻവെസ്റ്റിംഗ് ചെയ്യാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ സ്കെയിലബിൾ ക്യാപിറ്റലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ്. നിങ്ങളും ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.